അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമന പട്ടിക മരവിപ്പിച്ചു. പരാതിയെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റേതാണ് നടപടി. എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനേഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഈ അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ ഓഫീസർമാരുടെ പട്ടികയാണ് ഇപ്പോൾ മരവിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നിരവധി പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ട്രിബ്യൂണൽ ഇത് മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ എംപാനൽമെൻറ്റ് പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള വിവാദമുണ്ടായിരുന്നു. അതായത് പ്രിസം പദ്ധതിയുടെ ഭാഗമായി താൽക്കാലികമായി ഇത്തരത്തിൽ PRDയിലേക്ക് ആളുകളെ എടുത്തിരുന്നു. ഇവരെ യോഗ്യരായി ഇവരെ PSC പരീക്ഷ എഴുതിച്ച് അതായത് ഈ എക്സ്പീരിയൻസിൻ്റെ പരിധിയിൽ കൊണ്ടുവരാതെ PSC പരീക്ഷ എഴുതിപ്പിച്ച് ലിസ്റ്റിൽ കയറ്റി എന്നുള്ളതാണ്. അതായത് പിൻവാതിൽ നിയമനം എന്നുള്ള രീതിയിൽ തന്നെയാണ് UDFൻ്റെ സർവീസ് സംഘടനകൾ ഉൾപ്പെടെ പറയുന്നത്. സാധാരണ നിലയിൽ മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിലോ മറ്റോ ജോലി ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉൾപ്പെടെ വെച്ചിട്ടാണ് അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ ഓഫീസറുടെ തസ്തികയിലേക്ക് PSC റിക്രൂട്ട്മെൻറ്റ് നടത്താറുള്ളത്. എന്നാൽ അത്തരത്തിലില്ലാതെ ഈ പ്രിസം പദ്ധതിയിലും മറ്റും താൽക്കാലിക ജീവനക്കാരായി വരുന്ന ആളുകളെയാണ് ഇതിൽ തിരികെ കയറ്റിയിട്ടുള്ളത് എന്നുള്ളൊരു ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരാതി പോവുകയും ഇത്തരത്തിൽ നടപടിയിലേക്ക് എത്തുന്നതും. മാത്രമല്ല, ഇതിൽ CPMലെ ഒരു പ്രമുഖൻ്റെ ഭാര്യയ്ക്കും അതുപോലെ ബന്ധുവിനും ഇത്തരത്തിൽ നിയമനം ലഭിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസ് അനുകൂല സംഘടനകളെല്ലാം പരാതിയുമായി രംഗത്ത് ഇറങ്ങിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ ഓഫീസർമാരുടെ പട്ടിക താൽക്കാലികമായെങ്കിൽ പോലും മരവിപ്പിച്ചിട്ടുള്ളത്. ശരി, എസ് വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.